ഓരോ മാസവും പലതരത്തിലുള്ള സാമ്പത്തിക മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അല്ലേ? ഇതിൽ പലതും നിങ്ങളുടെ നിത്യജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. കേന്ദ്രം ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകാൻ തുടങ്ങിയതോടെ ഇന്ന് വഴിയോര കടകൾ പോലും UPI പേയ്മെൻറ്റുകളാണ്. ഈ സാഹചര്യത്തിൽ വരുന്ന ഓഗസ്റ്റ് വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു മാസമാണ്. ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ UPI നയമാറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. 2025 ഓഗസ്റ്റ് 1 മുതൽ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ UPIയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സിസ്റ്റം സ്ഥിരത മെച്ചപ്പെടുത്തുക, ഉയർന്ന ഇടപാട് ലോഡുകൾ മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. അടുത്തിടെയായി UPI നെറ്റ്വർക്കുകളിലെ പണിമുടക്കുകൾ തുടർക്കഥയാകുകയാണ്. ബാക്കെൻഡ് സാങ്കേതിക ക്രമീകരണങ്ങളാണ് പുതിയ അപ്ഡേറ്റിലെ പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ചില മാറ്റങ്ങൾ നമ്മളെ നേരിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. ആദ്യത്തെ കാര്യം, ഒരു UPI ആപ്പിൽ ഒരു ദിവസം പരമാവധി 50 തവണ മാത്രമേ ഇനി ബാങ്ക് ബാലൻസ് പരിശോധിക്കാൻ കഴിയൂ. ഇതുകൂടാതെ ഒരു ആപ്പിൽ ഒരു ദിവസം 25 തവണ മാത്രമേ നിങ്ങളുടെ UPIയുമായി ഏതൊക്കെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിരിക്കുന്നു എന്ന് പരിശോധിക്കാൻ കഴിയുകയുള്ളൂ. കൂടാതെ SIPകൾ, വിവിധ സബ്സ്ക്രിപ്ഷനുകൾ, ഓട്ടോ പേ മാൻഡേറ്റുകൾ ഓഗസ്റ്റ് മുതൽ തിരക്ക് കുറഞ്ഞ സമയങ്ങളിൽ മാത്രമേ പ്രോസസ് ചെയ്യുകയുള്ളൂ. അതേസമയം പുതിയ മാൻഡേറ്റുകൾ എപ്പോൾ വേണമെങ്കിലും സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ ഇവയുടെ നിർവഹണം കുറച്ച് നിർദ്ദിഷ്ട സമയങ്ങളിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതായത് രാവിലെ 10 മണിക്ക് മുൻപ്, ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 5 മണി, രാത്രി 9 ശേഷം പോലുള്ള സമയങ്ങളിലായിരിക്കും. തിരക്കുപിടിച്ച ഓഫീസ് മണിക്കൂറുകളിൽ UPI സെർവർ, സിസ്റ്റം എന്നിവയിലെ തിരക്ക് നിയന്ത്രിക്കാനാണിത്. നമ്മളെല്ലാവരും ഒരു ഇടപാടിന് ശേഷം ബാലൻസ് പരിശോധിക്കുന്നവരായിരിക്കും അല്ലേ? പുതിയ അപ്ഡേറ്റ് ഇവിടെയും പ്രവർത്തിക്കുന്നു. ഓഗസ്റ്റ് മുതൽ ഓരോ ഇടപാടിന് ശേഷവും അപ്ഡേറ്റ് ചെയ്യുന്ന അക്കൗണ്ട് ബാലൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇത് പ്രത്യേകം ബാലൻസ് പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഇതുകൂടാതെ ഇടപാട് സ്റ്റാറ്റസ് പരിശോധനയിലും മാറ്റം വരാൻ പോകുകയാണ്. പേയ്മെൻറ്റുകൾക്ക് ശേഷം അവയുടെ സ്റ്റാറ്റസ് തുടർച്ചയായി പരിശോധിക്കുന്ന ശീലമാണ് പലർക്കും ഉള്ളത്. ബാങ്കുകൾക്കും പേയ്മെൻറ്റ് സേവനദാതാക്കൾക്കും ഈ ഇടപാടിൻ്റെ സ്റ്റാറ്റസ് എത്ര തവണ പരിശോധിക്കണമെന്നതിൽ പുതിയ പരിധി വരുന്നു. 2 മണിക്കൂറിനുള്ളിൽ ഓരോ ഇടപാടിനും പരമാവധി 3 സ്റ്റാറ്റസ് പരിശോധനകൾ മാത്രമേ ഇനി സാധ്യമാകൂ. ഓരോ പരിശോധനയ്ക്കും ഇടയിൽ കുറഞ്ഞത് 90 സെക്കൻഡ് ഇടവേള ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഓഗസ്റ്റ് മുതൽ വരാൻ പോകുന്ന UPIയിലെ ചേഞ്ചസുകൾ. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ.